ലോക സിനിമയിൽ വരുന്ന ദുൽഖറിന്റെ യമൻ എന്ന് പറയുന്ന ഒഡീൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കയ്യിലുള്ള ഒരു സ്റ്റാർ റെഫറൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? യഥാർത്ഥ ഒഡീനുമായിട്ട് ഒരു കണക്ഷനെ കുറിച്ച് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഥാപാത്രത്തിന് എന്തുകൊണ്ടാണെങ്കിൽ ഒരു സ്റ്റാർ ഷേപ്പ് വന്നേക്കുന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്തുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. ഇന്നലെ ലോക സിനിമയുടെ ഒരു ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഈ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഡൊമിനിക്കാരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. I've been reading a lot of fan theories that have been coming on YouTube and on the internet. And most of them, I think they've cracked a lot of stuff. കേരളത്തിലുള്ള ഒരുപാട് ഡീകോഡേഴ്സും ചാനൽസും ഒക്കെ കൂടി ഈ സിനിമയുടെ ഒരു ഡീകോഡിംഗ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, കുറെ കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യം ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഈ സിനിമ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോയിരിക്കുന്ന, പ്രത്യേകിച്ച് ആ ടൈറ്റിൽ കാർഡിനകത്തൊക്കെ കാണിച്ചു പോകുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോയിരിക്കുന്ന സമയത്ത് ഡീകോഡിംഗ് ത്രൂ അതൊക്കെ മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ അതിലൂടെ കുറെ ഇൻഫോർമേഷൻസുകൾ ഈ കാണുന്നവർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ നമ്മൾ വീഡിയോകൾ ചെയ്തേക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലോക സിനിമ കണ്ടേക്കുന്ന സമയത്ത് എനിക്കും ആദ്യമേ തന്നെ സംശയം തോന്നിയേക്കുന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട്. ദുൽഖറിന്റെ കഥാപാത്രം എന്ന് പറയുന്ന ഒടിയനാണെങ്കിലും യക്ഷിയുടെ കഥാപാത്രം ചെയ്യുന്ന കല്യാണിയുടെ കഥാപാത്രമാണെങ്കിലും ഇവരെയൊക്കെ പ്രസന്റ് ചെയ്തേക്കുന്നത് വേറൊരു രീതിയിലാണ് അല്ലെ? സാരിയൊക്കെ കൊടുത്തു വരുന്ന, വെള്ള സാരിയൊക്കെ കൊടുത്ത് ഒരു നാടിനെ മൊത്തം വിറപ്പിച്ചിരുന്ന നീലയെ നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് സ്നീക്കേഴ്സും ജാക്കറ്റൊക്കെ ഇട്ട് വരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ ഭ്രമയുഗ സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രം ചെയ്തേക്കുന്ന ആ ഒരു മുണ്ടൊക്കെ എടുത്തു വരുന്ന കഥാപാത്രത്തിനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത് ചാത്തനെ ഒരു മൈക്കിൾ ജാക്സൺ ലുക്കിലാണെന്നൊക്കെ കാണാൻ സാധിക്കുന്നല്ലേ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കഥാപാത്രം ഏതാണെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ദുൽഖറിന്റെ കഥാപാത്രമായിരുന്നു. ഈ കഥാപാത്രം വരുന്ന സമയത്ത് ഇത് ഒടിയനാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു നിഞ്ച അസാസിൻ ലുക്കിൽ വരുന്ന ഒരു കഥാപാത്രം, ജാക്കറ്റും മറ്റൊക്കെ ഇട്ട് വരുന്ന ഒരു കഥാപാത്രത്തിന് നമുക്ക് ഒരിക്കലും ഒരു ഒടിയൻ എന്നുള്ള രീതിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കണ്ടേക്കുന്ന ഒടിയൻ എന്താണ്, പ്രത്യേകിച്ച് ലാലേട്ടന്റെ സിനിമയിലൊക്കെ കണ്ടേക്കുന്ന ഒടിയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രം. അയാൾ ഒരു നാട്ടിൻപ്രദേശത്തെ മൊത്തം വിറപ്പിച്ചിരുന്ന ഒരാളായിരുന്നു. മുണ്ടും മറ്റൊക്കെ ധരിച്ചു വരുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു നാടിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ നാടിന്റെ കൾച്ചറിനനുസരിച്ച് പോകുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ ഒടിയനെല്ലാം കണ്ടേക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ വരുന്ന സമയത്ത് വലിയ ജാക്കറ്റും വലിയ വാളും മറ്റൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇതിനെങ്ങനെയാണ് ഒടിയനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാന്നുള്ളൊരു കാര്യം വലിയ ചോദ്യം തന്നെയായിരുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്നാൽ നിങ്ങൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് തോന്നിയത്. ഒടിയൻ ആരാണ്, എന്താണ്, ഈ സിനിമയിൽ വരുന്ന ദുൽഖറിന്റെ കഥാപാത്രം ഒടിയൻ തന്നെയാണോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. 20-ാം നൂറ്റാണ്ടിലും അതിനു മുൻപോ കേരളത്തിന്റെ മലബാർ ഏരിയകളിലും പ്രത്യേകിച്ച് പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളുടെ ഉൾഗ്രാമങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന പേരെന്ന് പറയുന്നത് യക്ഷിയും ചാത്തനും മറുതയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രം ആരാന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒടിയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. കാരണം ഈ കഥാപാത്രം വെറും ഒരു മിത്താണെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും അവിടെയുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒടിയൻ എന്ന് പറയുന്നത് സത്യമായിട്ടൊരു കഥാപാത്രമാണ്, യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് ഒരുപാടധികം സ്കില്ലുകളുണ്ട്. ഇന്നും രാത്രി കാലങ്ങളിൽ, അതായത് ഇന്ന് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നും ആ നാടിനെ ഭരിച്ചുകൊണ്ട് പോകണ്ട അല്ലെങ്കിൽ രാത്രി കാലങ്ങളുടെ ഒരു യമനായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് യഥാർത്ഥത്തില് ഒടിയൻ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റൂലേ. 20-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനു മുൻപോ പാലക്കാട് ഏരിയയുടെ ഉൾഗ്രാമങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അവിടെ സഞ്ചരിക്കുന്ന സമയത്ത് കൂരാകൂര ഇരുട്ടാണ്. അവിടെ ലൈറ്റോ മറ്റു കാര്യങ്ങളോ, സ്ട്രീറ്റ് ലൈറ്റോ ലാമ്പോ വിളക്കോ ഒന്നുമില്ല. ഈ സമയത്ത് ഒരു ചൂട്ടും പിടിച്ച ഒരാളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ചെറിയ അപശബ്ദങ്ങളും മറ്റൊക്കെ കേൾക്കുന്ന സമയത്താണ് ഇയാൾ ആരോ പിന്തുടരുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത്. പയ്യെ പയ്യെ അദ്ദേഹത്തിന്റെ വേഗത അദ്ദേഹം കൂട്ടുന്തോറും ആരോ അയാളെ പിന്തുടരുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരിക്കും കാളയുടെയും പോത്തിന്റെയൊക്കെ രൂപത്തിൽ ഇദ്ദേഹത്തിന്റെ പിന്നിലൂടെ പിന്തുടർന്നുകൊണ്ട് ഇദ്ദേഹത്തെ അവസാനം പീഡിപ്പിച്ച് വിറപ്പിച്ച് കൊല്ലുന്ന അല്ലെങ്കിൽ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ ഒടിയനെല്ലാം കണ്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സിനിമയിലാണെങ്കിലും യഥാർത്ഥ കഥകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒടിയനെ നമ്മൾ കണ്ടേക്കുന്ന അങ്ങനെയാണ്. പക്ഷെ ഈ സിനിമയിൽ വരുന്ന ദുൽഖറിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. പിന്നിലൂടെയല്ല ഈ കഥാപാത്രം വരുന്നത്, മുന്നിലൂടെയാണ് ഈ കഥാപാത്രം വരുന്നത്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ മറ്റ് വലിയ വാളും മറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് പഴയ ഒടിയൻ തന്നെയാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ. യഥാർത്ഥത്തിൽ ഒടിയൻ ആരാണെന്നുള്ളൊരു കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒടിയൻ എങ്ങനെയാണ് ഈ ഒരു ഒടിവിദ്യ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ബേസിക്കലി ഈ ക്യാരക്ടറുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഈ ഒടിയൻ ഒരാൾക്കെതിരെ ഒടി വെക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കഥാപാത്രം അങ്ങനെ ചുമ്മാ വന്ന് അങ്ങനെ ഒടി വെച്ച് പോകുന്ന ഒരു കഥാപാത്രമല്ല. നമ്മുടെ സിനിമയിൽ കണ്ടേക്കുന്ന ഒടിയൻ സിനിമയിൽ കണ്ടേക്കുന്ന ലാലേട്ടന്റെ കഥാപാത്രം എന്ന് പറയുന്നത് അത്ര വലിയ ദുഷ്ടനായിട്ടൊന്നും നമുക്ക് തോന്നില്ല അല്ലെ. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിട്ട് ഒരു നല്ലവനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുറേ അധികം ആൾക്കാരെ പേടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമയിൽ വരുന്ന വില്ലന്മാരെല്ലാം പേടിപ്പിച്ച് വിറപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അയാൾ ഈ സിനിമയിൽ പോർട്രേ ചെയ്തേക്കുന്നത് വളരെ നല്ലൊരാളായിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തില് ഒടിയൻ ഒരാൾക്കെതിരെ ഒടിവെക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരം മരുന്ന്, ഒരു മിശ്രിതം, ഓയിൽ അടങ്ങിയേക്കുന്ന ഒരു മിശ്രിതം ഇദ്ദേഹത്തിന്റെ ചെവിയുടെ പുറകിൽ തേച്ചുകൊണ്ടാണ് ഇയാൾ ഒടിവെക്കാനായിട്ട് ഇറങ്ങാന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിനു മുൻപ് ചെറിയ പൂജകളും മറ്റൊക്കെ ഇദ്ദേഹം ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ഓയിൽ ഇയാൾ തേക്കുന്ന ഈ ഒരു മരുന്ന് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ എത്ര വലിയ ക്രൂരനാണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രഗ്നന്റ് ആയിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ വയറ്റിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഫീറ്റസ് ഉണക്കി പൊടിച്ചതിന് ശേഷം അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഓയിൽ അല്ലെങ്കിൽ ഒരു മരുന്ന് മിശ്രിതമാണ് ഒടിയന്മാർ അവരുടെ ചെവിയില് തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന, മരുന്നായിട്ട് ഉപയോഗിക്കുന്ന എന്നുള്ളൊരു കാര്യം തന്നെ പറയുന്നത്. അതായത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെയൊക്കെ വളരെയധികം ക്രൂരമായിട്ട് കൊന്നിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ഈ ഒരു ഒടിയൻ എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ കഥകളിൽ കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. രാത്രി കാലങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ ഒടിയൻ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല രൂപത്തിലും പല ഭാവത്തിലും ആയിരിക്കും ഈ കഥാപാത്രം വരാന്നുള്ളൊരു കാര്യം തന്നെയാണ്. പല മൃഗങ്ങളുടെ രൂപത്തിലായിരിക്കും വരാന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരു സിമിലാരിറ്റി എന്താന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന എല്ലാ മൃഗങ്ങൾക്കും ഒരു ഡിസേബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. അതായത് ചിലപ്പോൾ ഈ വരുന്ന പോത്തിനോ അല്ലെങ്കിൽ കാളയ്ക്കോ ഒരു കൊമ്പ് മാത്രമായിരിക്കും ഉണ്ടാവുക, ഒരു കൊമ്പ് അതിനുണ്ടാവില്ല. പട്ടിയായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു കൈ ഉണ്ടാവില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഒരു കുറവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ശരിക്കും ഈ സിനിമയിൽ വരുന്ന ദുൽഖറിന്റെ കഥാപാത്രത്തിന്റെ കൂടെ വരുന്ന ആ ഒരു കഥാപാത്രത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പട്ടിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ട് മെയിൻ പോയിന്റുകളിൽ നമുക്ക് ഒരു പട്ടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പട്ടിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ പട്ടി ഡിസേബിൾഡ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒടിയനെ സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ ഈ പട്ടിയെ അവർ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ സ്ഥിരം കാണുന്ന ഈർക്കിളി ഉണ്ടല്ലോ, അതായത് പച്ച ഈർക്കിളി. ഈ പച്ച ഈർക്കിളിയിൽ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് അങ്ങ് ഒടിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പോണന്റ് ആയിട്ട് നിൽക്കുന്ന, അദ്ദേഹം ആരെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്, ആ അപ്പുറത്ത് നിൽക്കുന്ന ആള് ഒടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ അയാളുടെ എല്ലുകളെല്ലാം ഒടിഞ്ഞു പോകുന്ന രീതിക്കുള്ള ഒരു മാന്ത്രിക വിദ്യ ഒടിയന്റെ കയ്യിലുണ്ടെന്നുള്ളൊരു കാര്യം പറയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഒടിയൻ തന്റെ ശത്രുവിനെ ഒടിവെക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്പോണന്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ടാർഗറ്റ് ചെയ്തേക്കുന്ന വ്യക്തിയുടെ നക്ഷത്രമാണ്, അഥവാ സ്റ്റാർ ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു നക്ഷത്രമുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു മിത്തോളജി അനുസരിച്ച് അല്ലെങ്കിൽ റിലീജിയൻ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നക്ഷത്രങ്ങളുടെ റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ നക്ഷത്രം എല്ലാം അറിഞ്ഞുകൊണ്ടാണ്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ വെച്ചുകൊണ്ടാണ് ഈ ഒടിയന്റെ കഥാപാത്രം ഈ മന്ത്രവിധികൾ പ്രയോഗിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ ഈ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ദുൽഖറിന്റെ കയ്യിലുള്ള ഒരു കഥാപാത്രത്തിന്റെ കയ്യിൽ ഒരു സ്റ്റാർ ഷേപ്പ് കാണാൻ സാധിക്കും. ശരിക്കും ഇതിനൊരു വെപ്പണായിട്ട് നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ബേസിക്കലി ഇതിന് വെറും ഒരു വെപ്പണായിട്ട് മാത്രമല്ല, ശരിക്കും ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഒടിയന്മാരുടെ ഒരു ആയുധം അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റാക്കിന്റെ രീതിയാണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് റെഫറൻസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം യഥാർത്ഥ ഒടിയന്മാർ നക്ഷത്രങ്ങൾ നോക്കിക്കൊണ്ടാണ് ഒടിവെക്കാറോ എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. യഥാർത്ഥ ഒടിയന്മാരെ കുറിച്ച് പറയുന്ന കഥകൾ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഒടിയന്മാര് വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള, കളരി മറ്റൊക്കെ അഭ്യസിച്ചേക്കുന്ന ആൾക്കാരാന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. കളരി മാത്രമല്ല, ഒരുപാടധികം ആയുർവേദ മരുന്നുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആൾക്കാരാണ് ഒടിയന്മാരെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞ സമയത്ത് അന്ന് കാലത്തുണ്ടായിരുന്ന വലിയ വലിയ അഭ്യാസികൾ, വലിയ കളരി അഭ്യാസികളൊക്കെ കൂടി ചേർന്നുകൊണ്ട് കുറേയധികം ഒടിയന്മാരെ കൊന്നുകളഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി പറയുന്നുണ്ട്. ഇവരുടെ ശല്യം കൂടിയ സമയങ്ങളിൽ വലിയ അഭ്യാസികൾ ആ സ്ഥലങ്ങളിലേക്ക് വിട്ട് അവര് മൂലം അവര് തമ്മിൽ കോർത്ത് ഈ ഒടിയന്മാരെല്ലാം കൊല്ലപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഈ സിനിമയിൽ വരുന്ന ദുൽഖറിന്റെ കഥാപാത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെയധികം അഭ്യാസങ്ങൾ അഭ്യസിക്കുന്ന ഒരാളെന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റൂലേ. അതായത് പ്രോപ്പറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിഞ്ച ബ്ലേഡ് യൂസ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ ദുൽഖറിനെ പ്രസന്റ് ചെയ്തേക്കുന്നത്. ശരിക്കും നിഞ്ച ബ്ലേഡോ കാര്യങ്ങളോ ഒന്നല്ല ഒടിയന്മാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ. ഒടിയന്മാരുടെ ഉപയോഗം എന്ന് പറയുന്നത് അവരുടെ കയ്യിലൊരു വടി ഉണ്ടാവും. പിന്നെ മറ്റെല്ലാം എന്ന് പറയുന്നത് ഒരു മായയാണ്, അവരൊരു മായാജാല വിദ്യയാണ്, ഒരു തോന്നിപ്പിക്കലാണ്. ഒരാളവിടെ ഉണ്ട്, രാത്രി കാലത്ത് നമ്മളൊരു പ്രത്യേക ഒരു രൂപത്തിനെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഭയപ്പാടാണ്, ആ ഭയമാണ് അവരുടെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത്. പക്ഷെ ഈ സിനിമയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള കഥാപാത്രമായിട്ടാണ് ഇവിടെ ദുൽഖറിന്റെ കഥാപാത്രത്തിനെ കാണിച്ചേക്കുന്നത്. രൂപവും മറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഒരു മാസ്ക് ഒക്കെ വെച്ച് വരുന്ന കഥാപാത്രത്തിന് നമുക്ക് ഒരിക്കലും ഒരു ഒടിയൻ എന്നുള്ള രീതിയിലൊക്കെ കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ ആവാനായിട്ടുള്ള സാധ്യത നമുക്ക് ചിന്തിക്കാം.
അതായത് ഈ സിനിമയിൽ വരുന്ന ഒടിയൻ എന്ന് പറയുന്ന ദുൽഖറിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് യഥാർത്ഥ ഒടിയനെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരുപാട് സിമിലാരിറ്റികളുള്ള, എന്നാൽ ഒടിയനാവുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തത നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയാം. കാരണം സാധാരണ ഒടിയന്മാർ വരുന്ന പോലെ ഇയാൾ രാത്രി കാലങ്ങളിൽ മാത്രം വരുന്ന ഒരു കഥാപാത്രമാണെന്നോ അല്ലെങ്കിൽ രൂപം മാറി മറ്റ് മൃഗങ്ങളുടെ രൂപത്തിലാണ് ഇദ്ദേഹം വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇതുവരെയും കാണിച്ചിട്ടില്ല. അതായത് മനുഷ്യനായിട്ട് വരുന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ കാണിച്ചേക്കുന്നത്. ഒരുപാട് സ്കില്ലുകൾ മറ്റൊക്കെ അഭ്യസിച്ചേക്കുന്ന, എന്നാൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പട്ടിയെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു കഥാപാത്രമായിട്ട്, ഒടിയനെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് ഈ സിനിമയിൽ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ കുറെ ആൾക്കാർ പറഞ്ഞേക്കുന്ന പോലെ തന്നെ മോഹൻലാലിന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒടിയനായിട്ട് വന്നുണ്ടെങ്കിൽ നന്നായനെ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു. ബേസിക്കലി മോഹൻലാൽ ചെയ്തെന്നുണ്ടെങ്കിൽ ഈ ഒടിയൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. യഥാർത്ഥ ഒടിയന്റെ തന്നെ ഒരു കഥയാണ് നമുക്ക് ഒടിയൻ എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ലോക സിനിമയിൽ കാണിക്കുന്ന ഈ ഒരു ഒടിയൻ എന്ന് പറയുന്നത് യഥാർത്ഥ ഒടിയന്റെ യഥാർത്ഥ കഥയിൽ നിന്ന് എടുത്തേക്കുന്ന കഥാപാത്രമല്ല. ആ പേരും കുറെ സിമിലാരിറ്റികൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സ്കില്ലുകളും മറ്റൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഒടിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ദുൽഖർ ഈ സിനിമയിൽ ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുവരെയുള്ള റിവീലേഷനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ദുൽഖറിന്റെ ഒടിയൻ എന്ന് പറയുന്ന കഥാപാത്രം ഇമ്മോർട്ടൽ ആണോ, മരണമില്ലാത്തൊരു കഥാപാത്രമാണെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണല്ലേ. കാരണം ഈ സിനിമയുടെ റെഫറൻസ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സിനിമയുടെ OTT റിലീസിന് ശേഷം കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു കഥാപാത്രത്തിന് പല ഏരിയകളിലും പല കാലഘട്ടങ്ങളിലൂടെ ഈ ഒരു കഥാപാത്രം കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ദുൽഖറിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് മരണമില്ലാത്ത കാലങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്ന വാമ്പയറിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെയുള്ള ഒരു കഥാപാത്രമാണെന്നുള്ളൊരു കാര്യം തന്നെ കാണാനായിട്ട് ഞാനും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അതിനെക്കുറിച്ചുള്ള ഡീകോഡിംഗ് വീഡിയോസുകളൊക്കെ സിനിമയുടെ OTT റിലീസ് വരുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് തന്നെയായിരിക്കും. വർഷങ്ങൾക്ക് മുന്നേ ഒടിയൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയേക്കുന്ന സമയത്ത് ഇതെന്ത് മോശം പടമാണെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് ആ സിനിമ റീവാച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നാണ് ഒരുപക്ഷെ നല്ലൊരു ഡയറക്ടറിന്റെ കയ്യിൽ ഇന്നാണ് ആ സിനിമ കിട്ടിയേക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വളരെ ബെറ്റർ ആയിട്ടുള്ള സിനിമയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഒടിയൻ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നാണ്. കാരണം അത്രയും വലിയൊരു മിത്തും അത്രയും വലിയൊരു ഫോക്ലോറും ഒക്കെ ഉള്ളൊരു ഒരു കഥാപാത്രമാണ്. കേരളത്തിന്റെ തന്നെ ഏറ്റവും ഭയപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ഒടിയൻ എന്ന് പറയുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. സോ ഒടിയൻ ഫാൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദുൽഖറിന്റെ കഥാപാത്രത്തിനെ ഒടിയനായിട്ട് കാണാനായിട്ടാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു കഥാപാത്രം വരിക? യഥാർത്ഥ ഒടിയനെ പോലെ തന്നെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി ഇദ്ദേഹത്തിന് ഉണ്ടാവുമോ? എന്താണ് നിങ്ങളുടെ ഐഡന്റിറ്റി എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റ് എല്ലാം നിങ്ങൾ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ്വീൻ ആൾസ് ബൈ സൈനിങ് ഔട്ട്.